അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയും അതോടൊപ്പം തന്നെ ഗസയുടെയും സ്ഥിതിഗതികളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കാണാതെ വയ്യ. കാരണം ഒരു ഭാഗത്ത് നിന്ന് മധ്യസ്ഥന്മാർ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? വെടിനിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് വെടിനിർത്താൻ തയ്യാറാണെങ്കിൽ പോലും ഞങ്ങൾ ഹമാസിനെ ഇല്ലായ്മ ചെയ്തിട്ടല്ലാതെ, ഹമാസിനെ തീർത്തിട്ടല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുകയില്ല. ഈ പോളിസിയിലാണ് തങ്ങൾ അടിയുറച്ചു നിൽക്കുന്നത് എന്നാണ് മധ്യസ്ഥന്മാരോടും ഇസ്രായേൽ പറയുന്നത്. പിന്നെ ഇവിടെയാണ് മധ്യസ്ഥൻ്റെ റോള്. ആലോചിച്ച് നോക്ക്. ഖത്തറിനോടും ഈജിപ്തിനോടും ഒക്കെ മധ്യസ്ഥത വഹിക്കാൻ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഹമാസിനെ തീർത്തുകൊണ്ടല്ലാതെ മുന്നോട്ട് പോവുകയില്ല എന്ന് ഈ സയനിസ്റ്റുകൾ പറയുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ജാഗ്രതവത്തായി മുന്നോട്ട് പോകുമായിരുന്ന ഒരവസ്ഥയിലായിരുന്നു ഇപ്പോൾ ലോകമുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുമായിട്ട് ഒരു യുദ്ധം തീർച്ചയായിട്ടും ലെബനാനെ ആക്രമിക്കും എന്ന ഒരു പുകമറ അതിശക്തമായിട്ട് നേരിട്ടപ്പോഴാണ് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുമായി കൊമ്പുകോർത്ത് ഇല്ലാതാവും എന്ന് ഉറപ്പ് വന്നപ്പോൾ, ഉറപ്പായിട്ടും ഹിസ്ബുള്ളയോട് ഏറ്റുമുട്ടി ഇസ്രായേലിനെ ജയിക്കുക സാധ്യമല്ല. ചെറിയ ശക്തിയാണെങ്കിൽ പോലും 9 മാസമായിട്ടും യഥാർത്ഥത്തിൽ ഹമാസിനോട് ജയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ ഓരോ താല്പര്യങ്ങളും ഫലം കണ്ടിട്ടില്ല. അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും കേവലം 1 മാസമോ 2 മാസമോ കൊണ്ട് തീർത്ത് കയ്യിൽ പിടിച്ച് ആ ഗസ പോക്കറ്റിലാക്കി ഹമാസിനെ ഇല്ലായ്മ ചെയ്ത് അതോടൊപ്പം തന്നെ ബന്ദികളെ മുഴുവനായിട്ട് മോചിപ്പിച്ച് അവിടുത്തെ എല്ലാവിധ അയിരുകളും പോക്കറ്റിലാക്കി കൊണ്ടുപോകാമെന്നായിരുന്നു ഈ സയനിസ്റ്റുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ സംഭവം അവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഹമാസിനെ തീർക്കുക എന്നത് സാധ്യമല്ല എന്ന് അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ബുദ്ധിജീവികളും അവർക്കിടയിൽ തന്നെയുള്ള പരിചയസമ്പത്തുള്ള മന്ത്രിമാരും സൈന്യനായകന്മാരും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നിരവധി ആളുകൾ രാജിവെച്ചൊഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ നെതന്യാഹു തൻ്റെ താല്പര്യത്തിന് വേണ്ടി ഓരോ ദുശാഠ്യങ്ങൾ. എന്താണ് ദുശാഠ്യങ്ങൾ? യുദ്ധം ഏതു സമയത്ത് അവസാനിപ്പിക്കുന്നുവോ അതാണ്. ആ സമയത്ത് ഈ നെതന്യാഹുവിൻ്റെ അധികാരം തെറിച്ചു പോകുമെന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനകത്തുള്ളത്. അത് ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ നെതന്യാഹുവിന് എല്ലാവിധ സംരക്ഷണങ്ങളും വീണ്ടും ചെയ്തു കൊടുത്ത് മുന്നോട്ട് തൻ്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് ആ ജാരസന്തതിയെ വളർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ബൈഡനാണ്. അപ്പോൾ ആ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു സെക്കൻഡ് കൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഒരൊറ്റ ഫോൺ കോൾ മതി. പക്ഷേ ഇപ്പോഴും യുദ്ധത്തിൻ്റെ ആരംഭഘട്ടം മുതൽ അതിൻ്റെ അന്ത്യഘട്ടം എന്നൊന്നും ഇപ്പോൾ പറയാൻ വയ്യ. ഏതു ഘട്ടമാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ 9 മാസം പിന്നിട്ടപ്പോഴും ഇവർക്ക് പറയാനുള്ളത് എന്താണ്? ആദ്യം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും അവിടെ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നെതന്യാഹുവിനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. ആളുകൾ മുഴുവനും എതിരാകുന്നു, അഥവാ രാജ്യങ്ങളെതിരാ. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയാറുള്ളത് പോലെ കണ്ണിൽ എണ്ണ ഒഴിക്കുന്ന, അഥവാ വെറുതെയെങ്കിലും വെറും ഒരു കൗശലക്കാരൻ്റെ പണി മാത്രമെടുത്ത്. മാത്രമല്ല ഇന്ന് അങ്ങേയറ്റം കാര്യഗൗരവവും ചിന്താശക്തിയും ബോധവുമുള്ള ഒരു ലോകത്തിൻ്റെ മുമ്പിൽ പല്ലിളിച്ചു കാണുകയാണ് യഥാർത്ഥത്തിൽ ഈ നെതന്യാഹുവും ബൈഡനും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്കാദമിക് വിദ്യാർത്ഥികൾ ശക്തമായിട്ട് സമരരംഗത്താണുള്ളത്. ഇത് വെറുതെ ഞാൻ അങ്ങോട്ട് പറയുകയല്ല. അപ്പോൾ ഇത്രയും ഇൻ്റലിജൻസായ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കേവലം വളരെ ഏറ്റവും മോശമായിട്ടുള്ള കാലഘട്ടത്തിൻ്റെ ആ അവസ്ഥ ഈ അത്യുന്നതന്മാരായ ഭരണാധികാരികൾ എന്ന് മേനി നടിക്കുന്ന ഈ ബൈഡനും ബൈഡൻ ഈ നെതന്യാഹുവിനെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകൾ അങ്ങേയറ്റം പരിഹാസ്യമായി തീരുകയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പേടിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സയനിസ്റ്റുകൾ. അതാണ് യഥാർത്ഥ സത്യം. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതാണ് അറബ് രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒന്നിക്കുമോ എന്ന ഒരു ഭയം. ഇറാനും ഒരു പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് ആലോചിച്ച് നോക്കണം. ആ പശ്ചിമേഷ്യ യുദ്ധത്തിലുള്ള ആ സമീപനങ്ങൾ, അറബികളുടെ സ്വാഭാവികമായുള്ള നിലപാടുകൾ എങ്ങനെ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ എന്തു ചെയ്തിരിക്കുന്നു? ലെബനാനിലേക്ക് ആക്രമണം വേണ്ട, അഥവാ ഇറാനോട് ഏറ്റുമുട്ടണ്ട. ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ ഇറാനോട് കളിക്കണ്ട. അങ്ങനെ കളിച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് പരിക്കു പറ്റും. അപ്പോൾ അതിന് നിസ്സഹായരും നിരായുധരുമായ ഗസൻ നിവാസികളെ തന്നെ കൊന്നൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പകരമായ ഒരു രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തുടരെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവശേഷിക്കുന്ന ആസ്പത്രികളിലായിട്ട് അവശേഷിക്കുന്ന
ക്യാമ്പുകളിലായിട്ട് ബോംബിംഗ് വർഷം നടത്തിക്കൊണ്ട് 35-40 ആളുകൾ ഇപ്പോൾ ഓരോ തവണയും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.